സുഹൃത്തുക്കളെ, ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് വയനാട് ജില്ലയിലാണ്. ബാണാസുര ഡാമിൻ്റെയൊക്കെ പരിസരത്താണ്. 1 ഏക്കർ 30 സെൻറ്റ് സ്ഥലത്തിൻ്റെ വിശേഷമാണ് നമ്മളിന്ന് വീഡിയോയിൽ പങ്കുവെക്കുന്നത്. നമ്മുടെ ഈ സ്ഥലത്തിൻ്റെ തൊട്ടടുത്തുള്ള റോഡ് ഫ്രണ്ടേജ് റോഡാണ്, ടാറിങ് റോഡാണ്. നല്ല വീതിയുള്ള റോഡ് നിങ്ങൾ വീഡിയോയിൽ കാണുന്നുണ്ടാവും. നേരെ നമ്മുടെ സ്ഥലത്തേക്കാണ് നമ്മൾ കയറുന്നത്. കൂടുതലായിട്ട് ഇതിൻ്റെ വിശേഷമൊക്കെ ഒന്ന് കാണാം. സ്ഥലത്തിൻ്റെ ഉള്ളിലുള്ള കാഴ്ചയാണിത്. നല്ല മുളകൾ നിങ്ങൾ കാണുന്നുണ്ടോ? നല്ല കളറുള്ള നല്ല മുളകളൊക്കെ അതിൽ കാണുന്നുണ്ട്. നമ്മുടെ ഈ സ്ഥലം നല്ല വീതിയാണുള്ളത്, നിരന്ന സ്ഥലമാണ്. നിങ്ങൾ കമ്പിവേലി കാണുന്നുണ്ടാവും രണ്ട് സൈഡിൽ. ആ ഭാഗത്തും കമ്പിവേലി ഉണ്ട്. അതുപോലെ നമുക്ക് ഇതാ മുഴുവനായിട്ട് നമുക്ക് കമ്പിവേലിയൊക്കെ ഇട്ടിട്ട് ഫുള്ള് സേഫ്റ്റി ആക്കിയിട്ടുണ്ട്. നമ്മുടെ ഈ സ്ഥലത്തിൻ്റെ ഉള്ളിലുള്ള കുളമാണ് നിങ്ങൾ കാണുന്നത്. വലിയൊരു കുളം. വെള്ളം കുറച്ച് കുറവായിട്ടുണ്ട് വേനലായതുകൊണ്ട്. ഇത് മഴക്കാലത്തൊക്കെ ഇതിൽ ഫുള്ള് വെള്ളമായിരിക്കും. ഇവിടെ നമുക്ക് സ്വിമ്മിംഗ് പൂള് പണിയാനൊക്കെ വളരെ നല്ലൊരു സ്ഥലം തന്നെയാണ്. സൈഡിലൊക്കെ നിങ്ങൾ നല്ല അലങ്കാര മുളകളൊക്കെ കാണുന്നുണ്ടാവും. നല്ലൊരു റിസോർട്ട് ഹോം സ്റ്റേ ഒക്കെ പറ്റുന്നൊരു സെറ്റപ്പിലുള്ളൊരു സ്ഥലം. നമ്മുടെ ഈ സ്ഥലത്തിൻ്റെ നടുവിലുള്ള കാഴ്ചയൊക്കെയാണ് കാണുന്നത്. നടുവൻ കഴിഞ്ഞ് പകുതി കഴിഞ്ഞാൽ ഫുള്ള് മരങ്ങളാണ്. നിങ്ങൾ വീഡിയോയിൽ കാണുന്നുണ്ടാവും. ഫുള്ള് മരങ്ങൾ, അതുപോലെ ഈ സൈഡിൽ ഫുള്ള് മുളകളൊക്കെ ആയിട്ട് നല്ലൊരു വൈബുള്ളൊരു സ്ഥലം. ഇത് നല്ലൊരു പ്രൈവസിയാണ്. നമുക്ക് ചുറ്റിലും വീടുകൾ കാര്യങ്ങളൊന്നുമില്ല. ഫുള്ള് ചുറ്റിലൊക്കെ തോട്ടാണുള്ളത്. അതുകൊണ്ട് നമുക്ക് നല്ല പ്രൈവസിയാണ്. ഹോം സ്റ്റേ റിസോർട്ടുകളൊക്കെ അടിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. സൈഡ് ഭാഗം മുഴുവനായിട്ട് നമുക്ക് ഈ മുളകൾ ഇങ്ങനെ ഉണ്ട്. സ്ഥലത്തിൻ്റെ ഏകദേശം ലാസ്റ്റ് ഭാഗത്താണുള്ളത്. സൈഡിൽ നിങ്ങളിതായി കമ്പിവേലി കാണുന്നുണ്ടാവും. അപ്പോൾ നമ്മുടെ ഈ സ്ഥലത്ത് ഒരുവിധം എല്ലാ സൈസ് മരങ്ങളും നമ്മളിവിടെ കാണുന്നുണ്ട്. കാപ്പിയുണ്ട്, തെങ്ങ്, കവുങ്ങ്, മാവ്, പ്ലാവ്, കുരുമുളക്, അങ്ങനെ എല്ലാം ഇവിടെ ഒരുവിധം മരങ്ങളൊക്കെ നമ്മൾ ഈ സ്ഥലത്ത് കാണുന്നുണ്ട്. ഫുള്ള് മരങ്ങളുള്ള ഒരു സ്ഥലം. നമ്മുടെ ഈ സ്ഥലത്തിൻ്റെ ഏകദേശം ലാസ്റ്റ് ഭാഗത്താണ് നമ്മളുള്ളത്. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ഭാഗം, ഇതിൻ്റെ അതിരിൽ നല്ലൊരു പുഴയുണ്ട്. നല്ല വീതിയുള്ള ഒരു പുഴ. ഇതിൻ്റെ പ്രത്യേക ഒരു അൾട്രേഷനാണ്. അത് നമുക്ക് കാണാം, പുഴയൊക്കെ കാണാം. അതുപോലെ നല്ലൊരു കുളമുണ്ട് ഇതിൽ. നല്ല സൈഡിൽ നമുക്ക് അതിരിലായിട്ട് പുഴയുണ്ട്. നമ്മുടെ അതിരിലുള്ള പുഴയാണ് നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല വീതിയുള്ള പുഴ, ഇഷ്ടംപോലെ വെള്ളമുണ്ട്. നമുക്ക് ഏത് വേനലിനും പറ്റാത്ത വെള്ളമുള്ള ഒരു പുഴ. നല്ല പ്രത്യേക ഒരു വൈബുള്ളൊരു സ്ഥലം. ഫുള്ള് നമുക്ക് മുളകളാണ് കാണാൻ കഴിയുന്നത്. ഈ അതിരിൽ ലാസ്റ്റ് ഭാഗത്തൊക്കെ ഫുള്ള് മുളകളാണ്. നല്ലൊരു സൈലൻ്റ് ഏരിയ. അപ്പോൾ ടോട്ടല് 1 ഏക്കർ 30 സെൻറ്റാണ് നമ്മൾ ഈ സ്ഥലം ഉള്ളത്. 1 ഏക്കർ 10 സെൻറ്റിനാണ് പേപ്പർ ഉള്ളത്. അപ്പോൾ നമുക്ക് ഈ 1 ഏക്കർ 10 സെൻറ്റിന് പേപ്പറിന് പൈസ കൊടുത്താൽ മതി. 20 സെൻറ്റ് നമുക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാം. അത് നമ്മുടെ ഈ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ തന്നെയാണുള്ളത്. അപ്പോൾ ഈ സ്ഥലം ഉള്ളത് വയനാട് ജില്ലയിലാണ്, ബാണാസുര ഡാമിൻ്റെയൊക്കെ പരിസരത്ത്. ഇവിടെ നമുക്ക് ബാണാസുര ഡാമിലേക്ക് ഒരു 12 കിലോമീറ്ററാണുള്ളത്. അതുപോലെ നമ്മുടെ കുറുമ്പാലക്കോട്ട, അതുപോലെ കർലാട് തടാകമൊക്കെ ഒരു 4 കിലോമീറ്ററിൻ്റെ ഉള്ളിലായിട്ടാണുള്ളത്. കൽപ്പറ്റയിലേക്ക് ഒരു 10-12 കിലോമീറ്ററിൻ്റെ ഉള്ളിലായിട്ടാണ്. എല്ലാത്തിനും നടുവിലാണ് നമ്മുടെ ഈ സ്ഥലം ഉള്ളത്. ടൂറിസവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ഏരിയയിലാണ് നമ്മുടെ ഈ 1 ഏക്കർ 30 സെൻറ്റ് ഉള്ളത്. നല്ല ഫുള്ള് മരങ്ങൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടു. ഫ്രണ്ടിൽ ടാറിങ് റോഡ് നിങ്ങൾ കണ്ടു. എല്ലാ വാഹനങ്ങളും എത്തും. നല്ല വീതിയുള്ള ടാറിങ് റോഡാണ്.
അതുപോലെ തന്നെ നമുക്ക് ഈ സ്ഥലത്തിൻ്റെ നടുവിലായിട്ട് നല്ലൊരു കുളം നിങ്ങൾ കണ്ടു. അതുപോലെ നമ്മുടെ ഈ സ്ഥലത്തിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് നല്ലൊരു പുഴ, വറ്റാത്ത വെള്ളമുള്ള നല്ല ഒരു പുഴയും മുളകളൊക്കെയുള്ള നല്ല അടിപൊളി ഒരു സ്ഥലം. റിസോർട്ടുകൾ, ഹോം സ്റ്റേ, വില്ലകൾ, അതുപോലെ വില്ല പ്രൊജക്റ്റിന്, ഫാമിൻ്റെ ആവശ്യങ്ങൾക്ക്, ഫാം ടൂറിസത്തിനൊക്കെ വളരെ ഉപകാരപ്പെടുന്ന നല്ല അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ്. അപ്പോൾ ഈ സ്ഥലത്തിന് ചോദിക്കുന്നത് സെൻറ്റിന് 55,000 രൂപ വെച്ചിട്ടാണ്. സെൻറ്റിന് 55,000 രൂപ വെച്ച് ചോദിക്കുന്ന സ്ഥലമാണ്, നെഗോഷ്യബിൾ ആണ്. അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക. നല്ലൊരു സൗകര്യമുള്ള സ്ഥലമാണ്. അപ്പോൾ നല്ല ഒരു വീഡിയോ ആയിട്ട്, അടുത്ത ഒരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരും. അതുവരേക്കും ബൈ.